ഗോസസ് ലോയെ പറ്റിയിട്ട് നമുക്കിന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഗോസസ് ലോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഗോസസ് ലോ പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫ്ലക്സിന്റെ കാര്യം പറയാം. അപ്പം ഫ്ലക്സിന്റെ എക്സ്പ്രഷൻ ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് എന്നൊരു എക്സ്പ്രഷൻ ആണല്ലോ ഫ്ലക്സിനുള്ളത്. അപ്പം അതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫൈക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ദെർഫോർ ഫൈ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഇവിടെ നോക്കുക, ഞാൻ ഇൻ്റഗ്രൽ എഴുതിയിട്ട് ഇങ്ങനെ ഒരു വട്ടം കൂടി ഇടുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്നുള്ളതാണ്. ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആണിത്. അപ്പം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതി, അതിനുശേഷം ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പം ഇ ഡോട്ട് ഡി എസ് എന്നുള്ളതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും അതേപോലെ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിറൈവ് ചെയ്തതായിരുന്നു. അപ്പം ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. ഇനി ഇത് രണ്ടും കൂടി ഇതിൻ്റെ രണ്ടിൻ്റെയും എൽ എച്ച് എസ് സെയിം ആണ്. ദെർഫോർ ആർ എച്ച് എസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അതാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോസ്ഡ് സർഫസിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഈ ഗോസസ് ലോ പറയുമ്പോൾ ഗോസിയൻ സർഫസുകൾ നമ്മൾ അസ്യൂം ചെയ്യുമല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇനി അടുത്തത് പറയുന്നത്. വി നീഡ് എ ഗോസിയൻ സർഫസ്. നമുക്കൊരു ഗോസിയൻ സർഫസ് ആവശ്യമായിട്ട് വരും ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്. ഒരു ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യം വേണ്ടി വരും? ഒരു ഗോസിയൻ സർഫസിൻ്റെ ആവശ്യം വേണ്ടി വരും. അപ്പോൾ എന്താണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കുക. നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡാണ് അല്ലേ? ആര് കാരണമുള്ള? ഡ്യൂ ടു എ ചാർജ്. ഒരു ചാർജ് മൂലം അതിനു ചുറ്റും ഏതൊരു ഡിസ്റ്റൻസിലും അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുവാനുള്ള ഒരു എക്സ്പ്രഷൻ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താവശ്യമായിട്ട് വരും? ഒരു ഗോസിയൻ സർഫേസ് ആവശ്യമായിട്ട് വരും. അപ്പം അവിടെയാണ് നമ്മൾ ഈ ഗോസസ് ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗോസസ് ലോൻ്റെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗോസസ് ലോ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊക്കെ ജസ്റ്റ് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇനി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇനി നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഹൗ ടു ഫൈൻഡ് ദി ഗോസിയൻ സർഫസ്, എങ്ങനെയാണ് ഒരു ഗോസിയൻ സർഫസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ചുമ്മാ നമുക്ക് ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അതിന്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ഹൗ ടു ഫൈൻഡ് ദി ഗോസിയൻ സർഫസ്, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്: ഡയറക്ഷൻ, പിന്നെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഡയറക്ഷനെ പറ്റി നമുക്ക് നോക്കാം. ഡയറക്ഷൻ, ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ബി ഐദർ പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്റ്റർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഗോസിയൻ സർഫസ് എന്നുള്ളത് അതിനൊരു ഏരിയ വെക്റ്റർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഏരിയ വെക്റ്ററിന് പാരലലോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലറോ ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്ത്? ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ആ ഒരു ഡയറക്ഷൻ വൈസ് ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇലക്ട്രിക് ഫീൽഡിന് പാരലലോ പെർപെൻഡിക്കുലറോ ആയിട്ട് വരുന്ന രീതിയിൽ, ഈ രണ്ട് കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. ചെരിഞ്ഞ് വരുന്ന രീതിയിൽ ഗോസിയൻ സർഫസ് വരാൻ പാടില്ല. ഇലക്ട്രിക് ഫീൽഡും അതേപോലെ ഈ പറഞ്ഞ ഗോസിയൻ സർഫസിന്റെ ഏരിയ വെക്ടറും ഒന്നുകിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലെങ്കിൽ പാരലൽ ആയിരിക്കണം. ഇതിനിടയ്ക്കുള്ളൊരു കേസ് പോസിബിൾ അല്ല. ഇനി നെക്സ്റ്റ് മാഗ്നിറ്റ്യൂഡിന്റെ കാര്യം നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ മസ്റ്റ് ബി ഐദർ യൂണിഫോം ഓർ 0. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നുകിൽ യൂണിഫോം ആയിരിക്കണം അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഈ ഒരു സിറ്റുവേഷൻ കൂടി, ഈ ഒരു കേസ് കൂടി അവിടെ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം, ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഗോസിയൻ സർഫസ് എപ്പോഴും സിമെട്രിക് ആയിരിക്കും. സിമെട്രിക് എന്ന് പറയുമ്പോൾ പലതരം സിമെട്രി ഉണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് സിമെട്രി ആണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഒന്നാമത്തേത്, 3 തരം സിമെട്രീസ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് പോയിന്റ് ഓഫ് സിമെട്രി. പോയിന്റ് ഓഫ് സിമെട്രി എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ചുറ്റുമുള്ള സിമെട്രിയാണ് പോയിന്റ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഞാനിവിടെ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഓഫ് സിമെട്രി പ്രധാനമായിട്ടും വരുന്നത് സ്ഫെറിക്കൽ ഷേപ്പിനാണ്. അപ്പോൾ ഒരു പോയിന്റ് ബ്രാക്കറ്റിൽ ഞാൻ എഴുതിയിരിക്കുന്നത് എത്തരം ചാർജ് ഡിസ്ട്രിബ്യൂഷനുകൾക്കാണ് ഈ ഒരു പോയിന്റ് ഓഫ് സിമെട്രി വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് ചാർജ്, ഇപ്പം ഈ ഒരു എക്സാമ്പിളിൽ എടുത്തിരിക്കുന്ന പോയിന്റ് ചാർജ് ആണ്.
പോയിന്റ് ചാർജ് മീൻസ് ഒരൊറ്റ ചാർജ്, അല്ലെങ്കിൽ സ്ഫെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷനിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോട്ടഡ് ലൈൻ ഇട്ട്, ഇപ്പോൾ ഈ പച്ച ഡോട്ടഡ് ലൈന് കാണിക്കുന്നത് എന്താണ്, ഗോസിയൻ സർഫസ് ആണ്. അതേപോലെ രണ്ടാമത്തെ കേസ് നോക്കുക, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സിമെട്രി നോക്കുക, ആക്സിസ് ഓഫ് സിമെട്രി ആണ് രണ്ടാമത്തെ. ആദ്യത്തേത് പോയിന്റ് ഓഫ് സിമെട്രി, രണ്ടാമത്തേത് ആക്സിസ് ഓഫ് സിമെട്രി. ആക്സിസ് ഓഫ് സിമെട്രി വരുന്നത് സാധാരണ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് അതിന്റെ ഗോസിയൻ സർഫസ് വരുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞ സ്ഫിയർ, ഈ സിലിണ്ട്രിക്കൽ എന്നൊക്കെ പറയുന്നത് ആ ഗോസിയൻ സർഫസിന്റെ ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു ഗോസിയൻ സർഫസ് ആയിരിക്കും വരുന്നത്. ഇനി എത്തരം സിസ്റ്റങ്ങളിലാണ് ഈ ഒരു ആക്സിസ് ഓഫ് സിമെട്രി അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഗോസിയൻ സർഫസ് വരുന്നത് എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ലൈൻ ഓഫ് ചാർജ് മീൻസ് ഇവിടെ നോക്കുക, ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ഇത് എന്താണ്, ഈ കാണിച്ചിരിക്കുന്ന ഒരു വയറ് പോലെ അവിടെ മൊത്തം ലീനിയർലി ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ആക്സിസ് ഓഫ് സിമെട്രി ആണുള്ളത്, ദെയർഫോർ ഗോസിയൻ സർഫസ് സിലിണ്ടറിക്കൽ ആയിരിക്കും. അപ്പോൾ ഈ സിലിണ്ടർ ഞാനിവിടെ ഡോട്ടഡ് ലൈനിൽ വരച്ചിരിക്കുന്ന സിലിണ്ടർ എന്നുള്ളത് എന്താണ്, ഗോസിയൻ സർഫസ് ആണ്. അപ്പോൾ ഇനി അടുത്ത സിമെട്രി നോക്കാം, പ്ലെയിൻ ഓഫ് സിമെട്രി. അതായത് പിൽ ബോക്സ് എന്നും പറഞ്ഞിട്ടുള്ളൊരു ഷേപ്പിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിൽ ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറാണ്. ഈ ഒരു രീതിയിലുള്ള ഗോസിയൻ സർഫസുകളാണ് പിൽ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീറ്റ് ഓഫ് ചാർജ്, അപ്പോൾ ഒരു ചാർജുകൾ ഒരു 2 ഡയമെൻഷനൽ അറേഞ്ച്മെന്റ് ആണ് വരുന്നതെങ്കിൽ അവിടുത്തെ ഗോസിയൻ സർഫസ് ആ ഷീറ്റ് തുരന്ന് പോകുന്ന ഒരു സിലിണ്ടർ, അതിനെ പിൽ ബോക്സ് എന്നാണ് സാധാരണ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 സിമെട്രീസും ഇവിടെ ഉണ്ട്. അപ്പോൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ ഗോസിയൻ സർഫസ് നിശ്ചയിക്കുന്നത്. അപ്പം വേറൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 3 കേസിലും നേരത്തെ പറഞ്ഞ ആ ഒരു ഡയറക്ഷന്റെ കാര്യം, ഇതൊരു പോയിന്റ്, ആദ്യത്തെ കേസ് എടുക്കുക, സ്ഫെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. പോയിന്റ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, വെളിയിലേക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഈ സ്ഫിയറിന്റെ ഇവിടുത്തെ ഏരിയ വെക്ടർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി ഇവ പാരലൽ ആണല്ലോ, അപ്പോൾ ആ ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞത്. അതേപോലെ ഇപ്പോൾ സിലിണ്ടറിക്കൽ ആണെങ്കിലും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വെളിയിലോട്ടാണ്, അതേപോലെ ഏരിയ വെളിയിലോട്ടാണ്, ഈ സൈഡിലുള്ള ഏരിയ ആണെങ്കിൽ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ ഈ വെളിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇത് 90 ഡിഗ്രി ഇവിടെ വരും. ഈ രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ഏരിയ വെക്ടർ, അതേപോലെ ഇതെന്താണ്, ഇലക്ട്രിക് ഫീൽഡ്, ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്, തീറ്റ ആണ്, 0 ഡിഗ്രിയാണ്. ഇവയ്ക്കിടയിലുള്ള തീറ്റ എത്രയാണ്, 0 ഡിഗ്രിയാണ്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ കാര്യം. അതേപോലെ പിൽ ബോക്സിലും ഈ സെയിം കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അടുത്ത കാര്യം നോക്കാം. ഓക്കെ, സോ ഫൈനലി നമുക്ക് ഗോസസ് ലോ എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാനായിട്ട് പറ്റും. ഫൈ ഒക്കെ മാറ്റി ഫൈയുടെ 2 എക്സ്പ്രഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേറ്റ് ചെയ്യുന്നത്. സോ ഫൈനലി ഒരു ഗോസസ് ലോന്റെ പുതിയൊരു എക്സ്പ്രഷൻ നമുക്ക് വരുന്നു. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇവിടെ LHS RHS. ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എപ്പോഴും ഗോസിയൻ സർഫസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കും. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് എപ്പോഴും ചാർജ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എപ്പോഴും ഇപ്പം ഇ ഡോട്ട് ഡി എസ് എന്നൊരു ടേം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഡി എസ് എന്നുള്ളത് ഗോസിയൻ സർഫസിന്റെ ഏരിയ ആണ്. ഓക്കെ, ഇനി ക്യൂ ബൈ എപ്സിലോൺ 0 റൈറ്റ് ഹാൻഡ് സൈഡ്, അവിടെ ആ ക്യൂ എന്നുള്ളത് ആ ഒരു ഗോസിയൻ സർഫസിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ചാർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. ഒരു ഇന്റഗ്രേഷൻ ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഗോസിയൻ സർഫസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കത്തേ ഇല്ല. അത് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പം ഈ ഒരു ഡിഫറൻസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ നമുക്ക് ലിമിറ്റുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇടുന്ന ലിമിറ്റുകൾ മാറിപ്പോവാം, ഈ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയത്തില്ല എങ്കിൽ. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് ഓർത്ത് വെക്കുക. ഇനി ചില ഓക്കെ, സ്ഫെറിക്കൽ അതേപോലെ സിലിണ്ട്രിക്കൽ ഇങ്ങനെയുള്ള കേസുകളിലുള്ള കാര്യം നമുക്ക് നോക്കാം. ഗോസസ് ലോ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യം സ്ഫെറിക്കൽ കേസ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്യൂ എന്ന ചാർജ് ഉണ്ട്. അതേപോലെ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുക. അപ്പോൾ ഇവിടെ ഒരു ഗോസിയൻ സർഫസ് R എന്ന റേഡിയസ് ഉള്ള ഒരു ഗോസിയൻ സർഫസ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. എന്തിനാണ് 6 റേഡിയസ് ഉള്ളതെന്ന് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 അകലത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കാണേണ്ടതെന്നിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു,
സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു ഗോസിയൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെർഫോർ ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് എഴുതാം. ഇതൊരു സ്ഫിയർ ആണല്ലോ, അപ്പോൾ സ്ഫിയറിൻ്റെ ഏരിയ, സർഫസ് ഏരിയ എന്നുള്ളത് 4πr². അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിലുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു കേസിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇയെ വെളിയിലോട്ട് ഇടാൻ പറ്റിയത്. ഇനി അതേപോലെ രണ്ടാമത്തെ കേസ് സിലിണ്ട്രിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യമാണ്. അപ്പോൾ സിലിണ്ട്രിക്കൽ അല്ല, ലൈൻ ഓഫ് ചാർജ്. അപ്പോൾ സിലിണ്ട്രിക്കൽ സിമെട്രിയാണ് ഇവിടെ വരുന്നത്. സിലിണ്ടറിൻ്റെ ഷേപ്പിലുള്ള ഒരു ഗോസിയൻ സർഫസ് ആയിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പച്ച വെച്ചിട്ട് വരച്ചിട്ടുള്ളത് ആ ഒരു ലീനിയർ ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ഡയറക്ഷനിലാണല്ലോ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. അതേപോലെ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന കാര്യം തന്നെയാണിത്. അതേപോലെ ഇവിടെ ഒരു ഏരിയ വെക്റ്റർ വരുന്നുണ്ട്. ഇതൊരു ഏരിയ, അതേപോലെ ഇതൊരു ഏരിയ, അതേപോലെ ഇത് വേറൊരു ഏരിയ. അപ്പോൾ ഞാനിതിനെ 1, അതേപോലെ ഇത് 2, ഇത് 3 എന്ന് വിളിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്ന് സർഫസുകളാണല്ലോ. അപ്പം ഈ 1 എന്ന് പറയുന്നത് എന്താണ്, ഇത് ടോപ്പോ അല്ലെങ്കിൽ ബോട്ടം ആ ഒരു ഫേസ് ആണ്, ഈ ഒരു ഫേസ്. ഈ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ആണ്. 3 എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തുള്ള, അതും എൻഡ് ആവാം, അല്ലെങ്കിൽ ടോപ്പ് ഓർ ബോട്ടം ഈ ഒരു സിലിണ്ടറിൻ്റെ, അല്ലെങ്കിൽ ഐദർ വൺ ഓഫ് ഇറ്റ്സ് എൻഡ്, അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ടോട്ടൽ ഫ്ലക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? 3 സർഫസുകളുടെ, അതായത് ഞാനിപ്പോൾ ഇവിടെ 1, ഓക്കെ, ഇത് 1, അതേപോലെ ഇത് 2, അതേപോലെ ഇത് 3, ഈ 3 സർഫസുകളുടെയും അല്ലെങ്കിൽ ആ സർഫസുകളിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ ടോട്ടൽ സമ്മായിട്ടാണ് ഈ ഒരു ഫ്ലക്സിനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 1ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ തീറ്റയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ തീറ്റയുടെ വാല്യൂ ഈ ഒരു സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ടാണല്ലോ, അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്. കോസ് 90യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇത് 0 ആയി പോവും. ഇനി രണ്ടാമത്തെ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തീറ്റയുടെ വാല്യൂ 0 ആണ്. ദെർഫോർ കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പം ഈ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യും രണ്ടാമത്തേത്. മൂന്നാമത്തെ കേസ് എടുത്താൽ ഇവിടെയും എന്താണ്, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്. ദെർഫോർ കോസ് 90യുടെ വാല്യൂ 0 ആണ്. സോ ഈ വാല്യൂ 0 ആവും. ഈ രണ്ടാമത്തെ വാല്യൂ മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ദെർഫോർ നമുക്ക് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ഈ വെളിയിൽ എഴുതിയിട്ട് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് എഴുതാം. അതായത് ഈ ഒരു ലാറ്ററൽ സർഫസിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഡി എസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ആ ഒരു വാല്യൂ ആണ് വരുന്നത്. ദെർഫോർ എങ്ങനെ എഴുതാം? ഈ ഇൻറ്റു ഈ ഒരു അതായത് സിലിണ്ടറിൻ്റെ ആ വാല്യൂ എത്രയായിരിക്കും? 2πr_L ആയിരിക്കും. ഇഫ് L ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ 2πr_L ആയിരിക്കും അതിൻ്റെ സർഫസ് ഏരിയ വരുന്നത്. അതായത് ലാറ്ററൽ സർഫസ് ഏരിയയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. രണ്ട് എൻഡിലുള്ള ആ ഒരു അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടപ്പ് പോലെ ഇരിക്കുന്ന ആ 2 ഭാഗങ്ങളുടെ ഏരിയ ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. സോ ഇ ഇൻറ്റു 2πr_L എന്നുള്ളൊരു എക്സ്പ്രഷനാണ് എന്തിന് വരുന്നത്? ഇതിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന് വരുന്നത്. ഇലക്ട്രിക് ഫീൽഡല്ല, അതിൻ്റെ ഫ്ലക്സിനുള്ള ഫൈനൽ എക്സ്പ്രഷൻ. സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് ആണ് എടുക്കുന്നതെങ്കിൽ. ഇനി അതേപോലെ മൂന്നാമത്തെ കേസായ പിൽ ബോക്സ് നമുക്ക് എടുക്കാം. പിൽ ബോക്സ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെയും 3 സർഫസുകൾ, നേരത്തെ സിലിണ്ടറിൻ്റെ കേസ് പോലെ തന്നെ. ഇവിടെ ഇങ്ങനത്തെ ഒരു ഏരിയ വെക്റ്റർ, ഇവിടെ ഇങ്ങനത്തെ ഒരു ഏരിയ വെക്റ്റർ, പിന്നെ ഈ ഒരു ലാറ്ററൽ സർഫസിൻ്റെ മുകളിലോട്ടുള്ളൊരു ഏരിയ വെക്റ്റർ കൂടി വരും. അതാണ് ഇവിടുത്തെ കേസ്. പക്ഷേ ഇതൊരു ഷീറ്റ് ഓഫ് ചാർജ് ആണല്ലോ, അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കാം, അല്ലെങ്കിൽ പുറകിലോട്ട് ആയിരിക്കാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇല്ല, അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഓക്കെ, 3, ഈ 1, അതേപോലെ ഇത് 2, അതേപോലെ ഇവിടെ 3. അപ്പം നേരത്തെ പറഞ്ഞത് പ്രകാരം ഇവിടെ 1, അതേപോലെ 3, ഈ 2 സർഫസുകളിൽ മാത്രമേ ഫ്ലക്സ് ഉള്ളൂ. 2 എന്ന സർഫസിൽ ഫ്ലക്സ് ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ഫ്രണ്ടിലെ ഫ്ലക്സ് പ്ലസ് ബാക്കിലെ ഫ്ലക്സ്, അതായത് 1ഉം 3ഉം ആ ഒരു ഏരിയയിലുള്ള ഫ്ലക്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ ലാറ്ററൽ സർഫസിലുള്ള ഫ്ലക്സ് 0 ആണ്. അപ്പോൾ ഇതിന് ചുമ്മാ, അതായത് ഇ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അത് യൂണിഫോം ആണ്. ദെർഫോർ അതിനെ വെളിയിൽ എഴുതിയിട്ട്
ഇതിൻ്റെ ഏരിയ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. therefore 2 ടൈംസ് എ എന്ന് വരും. അതായത് ഈ വെളിയിലിട്ട് കഴിഞ്ഞാൽ എന്താണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് പ്ലസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് എന്നായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എ ആണെന്നിരിക്കട്ടെ. അപ്പോൾ എ പ്ലസ് എ എന്ത് വരും? 2a. ഇ ഇൻറ്റു 2a എന്ന് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ. ഇനി വീണ്ടും ഞാൻ എഴുതിയിരിക്കുന്ന RHS എന്ന് പറയുന്നത് എന്തായിട്ട് ഡീൽസ് വിത്ത് ദി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ LHS എന്നുള്ളത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണല്ലോ. അപ്പം അതിനെ പറ്റിയിട്ടായിരുന്നു ഇത്രയും നേരം പറഞ്ഞിരുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ കാര്യം നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് എന്നുള്ളത് ആ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ നോക്കാം. യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതേപോലെ നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷനും പോസിബിൾ ആണ്. അപ്പോൾ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം ആദ്യം നോക്കാം. അപ്പം 1 ഡയമെൻഷനൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, 2 ഡയമെൻഷനൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, 3 ഡയമെൻഷനൽ. അപ്പോൾ യൂണിഫോം ആയിട്ട് 1D, 2D പിന്നെ 3D ഈ 3 കേസിലും ഉള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ആദ്യം 1D എടുക്കാം. 1Dയിൽ ലാംഡ ഈസ് ഈക്വൽ ടു dq/dx. ലാംഡ എന്ന് വെച്ചാൽ എന്താ? ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് dq ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു dx എന്ന് എഴുതാം ഈ ഒരു സ്റ്റെപ്പിൽ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ക്യൂവിനുള്ള എക്സ്പ്രഷൻ കിട്ടും. therefore q ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ dx. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെന്ത് L ആണെങ്കിൽ, അതായത് ഇത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഒരു വയറാവാം. അപ്പോൾ ആ വയറിന് ഒരു ലെങ്ത് ഉണ്ടാവും. അതാണ് എൻ്റെ ക്യാപിറ്റൽ ഇ എന്ന് എടുക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൽ എന്ന് എഴുതാം. സോ ടോട്ടൽ ഫൈനലി അതിൻ്റെ ടോട്ടൽ ചാർജ് q എൻക്ലോസ്ഡ്, ഇ എൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എൻക്ലോസ്ഡ് എന്നാണ്. ഓക്കെ, ഇ എൻ എന്ന് പറയുന്നത് എൻക്ലോസ്ഡ് എന്നാണ്. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ് ആ ഒരു സിസ്റ്റത്തിൻ്റെ ലെന്ത്. വയറാണെങ്കിൽ വയറിൻ്റെ ലെന്ത്. ഓക്കെ, ഇത് ഇപ്പോൾ പറയുന്നത് ഏത് കേസാണ്? യൂണിഫോം ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലായിടത്തും ചാർജ് ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിലുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 2D കേസ് നോക്കാം. 2Dയിൽ അവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു dq/dA എന്നുള്ളതാണ്. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുക. d5 ഈസ് ഈക്വൽ dq, ഇത് q ആണ്, dq ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു dA, അല്ലെങ്കിൽ q ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സിഗ്മ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എ എന്ന് എഴുതാം. ഡി എയുടെ ഇൻ്റഗ്രൽ എ സം ഏരിയ നമുക്കറിയത്തില്ലേ, അത് ആ ഒരു ഷീറ്റിന്, ഇപ്പോൾ ഷീറ്റാണോ തന്നിരിക്കുന്ന ആ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ഏരിയ. സോ നമ്മളിവിടെ റാൻഡം ആയിട്ട് എ എന്ന് മാത്രം എഴുതുന്നു. q എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയ എൻക്ലോസ്ഡ്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്ത 3D കേസ് നോക്കാം. 3D കേസിൽ വോളിയം ചാർജ് ഡെൻസിറ്റി റോ ആണ് എഴുതുന്നത്. റോ ഈസ് ഈക്വൽ ടു dq/dv ആണ്. therefore വീണ്ടും റീഅറേഞ്ച് ചെയ്യുന്നു. dq ഈസ് ഈക്വൽ ടു റോ ടൈംസ് dv, പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. q ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ഇൻ്റഗ്രൽ dv. dv ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്കറിയത്തില്ല വോളിയം എന്താണെന്നുള്ളത്. സം വോളിയം, റാൻഡം വോളിയം v എന്ന് എഴുതുന്നു. ഫൈനലി q എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു റോ ടൈംസ് v എൻക്ലോസ്ഡ്. v എൻക്ലോസ്ഡ് മീൻസ് ആ ഒരു സിസ്റ്റത്തിൽ ചാർജുള്ള ഇടം എന്നുള്ളതാണ്, അതിൻ്റെ ചാർജുള്ള ഇടത്തിൻ്റെ വോളിയം. അപ്പോൾ യൂണിഫോം ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ഇത്തരം ഈ പറഞ്ഞ ചാർജിൻ്റെ വാല്യൂ q എൻക്ലോസ്ഡ് എന്നുള്ള കാരണം നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു q/ε0 എന്നാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ക്യൂവിൻ്റെ വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ആ ക്യൂ എങ്ങനെ ഇട്ട് കൊടുക്കണമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആവും. അപ്പോൾ ആ ക്യൂവിൻ്റെ വാല്യൂ എങ്ങനെ കൊടുക്കണമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1D കേസ് ആണെങ്കിൽ ക്യൂ എന്നുള്ളത് നമുക്ക് ലാംഡ ടൈംസ് എൽ എന്ന് എഴുതാം. ഇനി 2D കേസ് ആണെങ്കിൽ അതിന് ക്യൂവിന് പകരം നമുക്ക് സിഗ്മ ഇൻറ്റു എ എന്ന് എഴുതാം. ഈ 3D കേസ് ആണെങ്കിൽ ക്യൂവിന് പകരം റോ ഇൻറ്റു വി എന്ന് എഴുതാം. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ക്യൂവിനെ മാറ്റി എഴുതാമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോൺ യൂണിഫോം ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ യൂണിഫോം ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി നോൺ യൂണിഫോം ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം അവിടെയും 1D, 2D, 3D എന്നീ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ 1D കേസിലുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ലാംഡ ഈസ് ഈക്വൽ ടു dq/dx. ലാംഡ ഈസ് ഈക്വൽ ടു dq/dx, നേരത്തെ എഴുതിയ സെയിം കാര്യം. അങ്ങനെയാണെങ്കിൽ dq ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു dx. ഇനി ലാംഡ ഇവിടെ കോൺസ്റ്റന്റ് ആണോ? അല്ല. നേരത്തെ നമ്മൾ ലാംഡാനെ വെളിയിൽ എഴുതിയതിൻ്റെ കാരണം ലാംഡ കോൺസ്റ്റന്റ് ആണ്. അതായത്
ചാർജ് പെർ യൂണിറ്റ് ലെന്ത് എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പക്ഷെ ഇവിടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണോ? അല്ല. തോന്നിയ പോലെയാണ് ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണെന്ന് പറയാൻ പറ്റത്തില്ല. therefore ലാംഡയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. അത് കാരണം ഇന്റഗ്രലിന്റെ വെളിയിലേക്ക് ലാംഡാനെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അത് കാരണം Q ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ലാംഡ ഡി എക്സ് എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ. ഇനി അടുത്തത് 2D കേസ്. 2D കേസും അതേപോലെ 3 ഡയമെൻഷണൽ കേസും ഒക്കെ സിമിലർ ആണ് ഇവിടെ. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എ, അതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ ഡി ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഡി എ. ഈ പറഞ്ഞ പോലെ ഇവിടെ നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെയർഫോർ സിഗ്മയുടെ വാല്യൂ കോൺസ്റ്റന്റ് അല്ല. ദെയർഫോർ ക്യൂ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സിഗ്മ ഡി എ എന്ന് എഴുതാം. അതേപോലെ 3D കേസിൽ റോ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി വി, ഡി ക്യൂ ഈസ് ഈക്വൽ ടു റോ ഡി വി, ക്യൂ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ റോ ഡി വി. അപ്പോൾ നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കത്തില്ല ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരിടത്ത് ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കാം, തൊട്ടപ്പുറത്ത് ചാർജ് ഡെൻസിറ്റി കുറവായിരിക്കാം. അപ്പം തോന്നിയ പോലെയുള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് കാരണം നമുക്ക് വ്യക്തമായിട്ട് അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമല്ല ഇന്റഗ്രലിന്റെ വെളിയിലൊക്കെ ഇതിനെ എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ആ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. അത് കാരണമാണ് ഈ ഇന്റഗ്രലിന്റെ ഉള്ളിൽ തന്നെ അതിനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഗോസസ് ലോ നമ്മൾ പറഞ്ഞു, അതായത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന എക്സ്പ്രഷൻ. അപ്പോൾ അതിൽ ഈ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസിൽ വരുന്ന പല കാര്യങ്ങൾ, അതായത് അത് ഗോസിയൻ സർഫസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഗോസസ്. അപ്പോൾ അവിടെ സ്ഫെറിക്കൽ സിമെട്രി വരാം, സിലിണ്ട്രിക്കൽ വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പിൽ ബോക്സ് അങ്ങനെയുള്ള കേസുകളൊക്കെ വരാം. ഓക്കെ, അതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് റൈറ്റ് ഹാൻഡ് സൈഡ്, അവിടെ ഈ ചാർജിന്റെ ഒരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ ചാർജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചാർജ് ഒരു പക്ഷേ യൂണിഫോം ആയിരിക്കാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നോൺ യൂണിഫോം ആയിട്ടായിരിക്കാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ 1D 2D 3D കേസുകളിൽ ക്യൂവിനെ എന്തൊക്കെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നതെങ്കിൽ അതും 1D 2D 3D കേസുകളിൽ ക്യൂവിന് എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാമെന്നുള്ളത് പറഞ്ഞു. അവിടം വരെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഇനി അടുത്തത് ലിമിറ്റുകളാണ്. അതായത് ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ഇപ്പൊ ഇന്റഗ്രേഷന്റെ കാര്യം പറഞ്ഞ് വെച്ചുവല്ലോ. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലിമിറ്റ് വേണം. അതായത് എവിടെ നിന്ന് എവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ നോക്കാം, ലിമിറ്റുകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി ബോഡി, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദി ബോഡി. ഇപ്പൊ നമുക്ക് തരുന്ന പ്രോബ്ലത്തിൽ ചിലപ്പം ഒരു ചാർജ് ബോഡി ഉണ്ടാവാം. ആ ബോഡിയുടെ ഉള്ളിൽ ഉള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടതെന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഒരു കേസ് വരാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിന്റെ ബോഡിയുടെ വെളിയിലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡും ആവാം ഒരു പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കേസുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബോഡിയുടെ ഉള്ളിൽ ഉള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ ഏതൊക്കെ ലിമിറ്റാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത്. ഇപ്പോൾ ഗോസിയൻ സർഫസ് ഈസ് ഇൻസൈഡ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക, ഈ ഒരു ഫിഗറിൽ ഈ ഡോട്ടഡ് ലൈൻ വെച്ച് വരച്ചിരിക്കുന്നതാണ് ഗോസിയൻ സർഫസ്. അപ്പം ഈ സെന്ററിൽ നിന്നും സ്മോൾ ആർ അകലത്തിലുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റൽ ആർ എന്നുള്ളത് അതിന്റെ ആ ഒരു ബോഡിയുടെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഗോസിയൻ സർഫസ് എന്ന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അന്നേരം നോക്കുക, ടേക്ക് ഗോസിയൻ ലിമിറ്റ്സ്. അപ്പം ഇൻസൈഡ് ദ ബോഡി ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും ഗോസിയൻ ലിമിറ്റ്സ് ആയിരിക്കും. അതായത് ഗോസിയൻ സർഫസിന്റെ റേഡിയസ് എത്രയാണോ, അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എത്രയാണോ, അത് വേണം എന്തായിട്ട് എടുക്കാനായിട്ട്, ഈ ബോഡിയുടെ ഉള്ളിൽ ഉള്ളൊരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന കേസിൽ ലിമിറ്റായിട്ട് എടുക്കാൻ. അപ്പം ഈ ഒരു കേസിൽ ലിമിറ്റായിട്ട് എടുക്കുന്നത് ഗോസിയൻ ലിമിറ്റ്സ് ആണ് എടുക്കുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ബോഡി, അതായത് ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ ഉള്ളിൽ കാണിച്ചിരിക്കുന്ന സോളിഡായിട്ട് വരച്ചിരിക്കുന്നത് ഒരു ബോഡിയാണ്. ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ചിരിക്കുന്നത് എന്താണ്? ഗോസിയൻ സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ബോഡിയുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അതേപോലെ ഗോസിയൻ സർഫസിന്റെ റേഡിയസ് എത്രയാണ്? സ്മോൾ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഗോസിയൻ സർഫസ് എവിടെയാണ്? വെളിയിലാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ എന്ത് വേണം? ബോഡി ലിമിറ്റ്സ് വേണം എടുക്കാൻ. അതായത് 0 to ക്യാപിറ്റൽ ആർ. കാരണം അവിടം വരെ ചാർജ് ഉള്ളൂ, അല്ലേ? ലോജിക്കാണത്. ഓക്കെ, കാരണം
ഇപ്പം ഞാൻ 0 ടു സ്മോൾ ആർ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ അർത്ഥമില്ല. കാരണം 0 ടു ക്യാപിറ്റൽ ആർ വരെ ചാർജുകളുള്ളൂ. അതിന് ശേഷം പിന്നെ ചാർജുകളില്ല. അപ്പം എനിക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന ലിമിറ്റുകൾ 0 ടു ആണ് അല്ലേ? അതേപോലെ തന്നെയാണ് തൊട്ട് മുന്നേ പറഞ്ഞ കേസും. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു തിയറി സെക്ഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ പ്രോബ്ലം ലെവല് നമ്മൾ വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യും.